Hi, dear friends. I'm your teacher Amma, and welcome back to my easy English class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലത്തെക്കുറിച്ചാണ്. സമയം. വസ്തുക്കളും മറ്റു ജീവജാലങ്ങളും ഈ ഭൂമിയിൽ കഴിഞ്ഞു പോകുന്നത് വിവിധ കാലഘട്ടങ്ങളിൽ കൂടിയാണ്. ഇന്നലെ, ഇന്ന്, നാളെ. ഇതിന് ഇംഗ്ലീഷിൽ ടെൻസസ് എന്ന് പറയും. കാലങ്ങൾ. ഇന്നലെ കഴിഞ്ഞു പോയത് ഭൂതകാലമാണ്. ഇന്ന് ഈ നടക്കുന്നത് വർത്തമാനകാലമാണ്. നാളെ നടക്കാൻ പോകുന്നത് ഭാവി കാലവും. ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് പാസ്റ്റ് ടെൻസ്. ഭൂതകാലം, കഴിഞ്ഞ കാലം. പാസ്റ്റ് ടെൻസ്, അത് കഴിഞ്ഞുപോയി. പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം, ഇപ്പോൾ നടക്കുന്ന കാലം, ഇപ്പോൾ നടക്കുന്ന സമയം, വർത്തമാനകാലം. പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നു. ഇനി നടക്കാൻ പോകുന്ന കാലം ഭാവി കാലമാണ്. അതിനെ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നു. ഇത് നമ്മൾ വിശദമായാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ച് ക്ലാസ്സുകൾ ഇതിന് ആവശ്യമുണ്ട്. ഇത് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും തെറ്റുകൂടാതെ എഴുതാനും സാധിക്കും. Today we are going to study about tenses. Tenses are 3 types: past tense, present tense and future tense. Let us study about tenses. You know, my dear students, every tense has 4 types or forms. The 4 forms of present tense are simple present tense, present continuous tense, present perfect tense, present perfect continuous tense. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ ടെൻസിനും 4 വീതം രൂപങ്ങളുണ്ട്. പ്രസന്റ് ടെൻസിൻ്റെ, വർത്തമാനകാലത്തിൻ്റെ 4 രൂപങ്ങളാണ് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതേപോലെ മറ്റു 2 കാലങ്ങൾക്കും ഉണ്ട്. അതായത് പാസ്റ്റ് ടെൻസിനുമുണ്ട്, ഫ്യൂച്ചർ ടെൻസിനുമുണ്ട്. പാസ്റ്റ് ടെൻസിന് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഫ്യൂച്ചർ ടെൻസ് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്കിന്ന് 3 കാലത്തിലെയും ആദ്യത്തെ രൂപത്തെ പഠിക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അങ്ങനെ 3 വിഭാഗമാണ്, 3 കാലത്തെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. Today we are going to study about simple present tense and examples, simple past tense and examples, and simple future tense and examples. You please write all these on your grammar notebook. Simple present tense. He drinks water. She goes to school. We play cricket. The sun rises in the east. These are the examples for simple present tense. സാധാരണ വർത്തമാനകാലത്തിന് ഉദാഹരണങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഹീ ഡ്രിങ്ക്സ് വാട്ടർ, അവൻ വെള്ളം കുടിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. അത് സിമ്പിളായിട്ട് വളരെ കുറച്ച് വേർഡ്സുകളെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഹീ ഡ്രിങ്ക്സ് വാട്ടർ. ഡ്രിങ്ക്സ്, കുടിക്കുന്നു എന്നുള്ള ആ ഭാഗത്ത് യെസ് കൂട്ടിച്ചേർക്കണം. ഹീ ഡ്രിങ്ക്സ് വാട്ടർ. ഷീ ഗോസ് ടു സ്കൂൾ, അവളിതാ സ്കൂളിൽ പോവുകയാണ്. ഇപ്പം നടക്കുന്ന കാര്യമാണ്, അവൾ സ്കൂളിലേക്ക് പോകുന്നു. ഷീ ഗോസ് ടു സ്കൂൾ. വി പ്ലേ ക്രിക്കറ്റ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന കാര്യം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ ഇതാ കിഴക്ക് ഉദിക്കുന്നു, ഇപ്പോൾ ഉദിച്ചു വരികയാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കൂട്ടുകാർ ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വെക്കണേ. അതുപോലെ തന്നെ സിമ്പിളായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രസന്റ് ടെൻസിൻ്റെ 1ാമത്തെ രൂപം നമ്മൾ പഠിച്ചു. ഇനി 3 രൂപങ്ങൾ പഠിക്കാനുണ്ട്.
പാസ്റ്റ് ടെൻസിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ദാ ഇപ്പോൾ പഠിക്കുന്നത്. ദാ ജസ്റ്റ് കഴിഞ്ഞ കാര്യമാണ്. ഷീ വെൻറ്റ് ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോയി. ഇപ്പോൾ കഴിഞ്ഞ കാര്യമാണ്. അവൾ പോയി കഴിഞ്ഞു. കഴിഞ്ഞ കാര്യമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദേ പ്ലേഡ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞു. അവരവിടെ കളിച്ചു കഴിഞ്ഞു. അവൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞ കാര്യമാണ്. വി റോട്ട് ദ എക്സാം. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. എഴുതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഹി കോൾഡ് മീ യെസ്റ്റർഡേ. അവൻ എന്നെ ഇന്നലെ വിളിച്ചു. അതും കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം കഴിഞ്ഞ കാര്യങ്ങളെ സിമ്പിളായിട്ട് സൂചിപ്പിക്കാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. കുറച്ച് വേർഡ്സുകൾ മാത്രമേ ഇതിലും ഉള്ളൂ. ഷീ വാൻറ്റ് ടു സ്കൂൾ. ദേ പ്ലേഡ് ഫുട്ബോൾ. വി റോട്ട് ദ എക്സാം. ഹി കോൾഡ് മീ യെസ്റ്റർഡേ. വാട്ട് അബൌട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്? Examples for simple future tense. She will go to school. They will play football. We will call you tomorrow. We will write the exam. ഇവിടെ നടക്കുന്നത് എന്താണ്? കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നീടോ അല്ലെങ്കിൽ നാളെയോ നടക്കുന്ന കാര്യങ്ങളെ സിമ്പിളായിട്ട് പറയാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ദ ഫസ്റ്റ് ഫോം ഓഫ് ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. എക്സാമ്പിൾസ്: ഷീ വിൽ ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നടക്കുന്നത്. ഇത് നടക്കാത്ത സംഭവമാണ്. ഭാവിയിൽ നടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവമാണ്. ദേ വിൽ പ്ലേ ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കും. വി വിൽ കോൾ യു ടുമോറോ. ഞാൻ നാളെ നിങ്ങളെ വിളിക്കാം. വി വിൽ റൈറ്റ് ദ എക്സാം. നമ്മൾ പരീക്ഷ എഴുതും. ആ വിൽ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഷീ വിൽ, ദേ വിൽ, വി വിൽ. അത് നടക്കാൻ പോകുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇതുവരെയും നടക്കാത്ത കാര്യത്തെ സിമ്പിളായിട്ട് പറയുകയാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഫോമിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 കാര്യം പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ടെൻസുകൾ 3 വിധമുണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. അതിൽ 4 വിഭാഗങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ ഫോമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതെല്ലാം കൂട്ടുകാർ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുമല്ലോ. ടുഡേ ലെറ്റ് us learn how to ask some questions in English language. Can we learn questions using where and from where? First question: where do you go for a walk? Where did you put my coat? Where did you put my coat? Where do you usually buy fancy items? Where do you usually buy fancy items? Where did we park the car yesterday? Where did we park the car yesterday? Where did she send her letter? Where did she send her letter? Where did he go after leaving this shop? Where did he go after leaving this shop? Where are you taking that dog? Where are you taking that dog? Dear friends, ഇതുവരെ ചോദിച്ചത് വേർ വെച്ചുകൊണ്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ ആ സെന്റൻസുകളെല്ലാം തന്നെ ആവർത്തിച്ച് കൂട്ടുകാർ കേൾക്കുമല്ലോ. ഒന്നാമതായി എന്താണ് പറഞ്ഞത്? വേർ ഡു യു ഗോ ഫോർ എ വാക്ക്? എവിടേക്കാണ് നിങ്ങൾ ഒരു നടത്തത്തിനായി പോയത്? വേർ ആണ് നമ്മളവിടെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് ആ സെന്റൻസിൽ ഉപയോഗിച്ചത്. അങ്ങനെ വേർ വെച്ച് വരുന്ന കുറച്ച് സെന്റൻസുകളാണ്, ക്വസ്റ്റ്യൻ സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അതെല്ലാം ആവർത്തിച്ച് കൂട്ടുകാർ കേൾക്കുമല്ലോ. ഇനി അടുത്തതായി ഫ്രം വേർ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. ഫ്രം വേർ, എവിടെ നിന്നും. നമ്മൾ ഇതുവരെ പഠിച്ചത് എവിടെ എന്നുള്ള വാക്കാണ്. എവിടെ നിന്നുമാണ് ഒരു മണം വരുന്നത് എന്നെങ്ങനെ ചോദിക്കും? അപ്പോൾ നമ്മൾ സെന്റൻസിന്റെ മുമ്പിൽ ഫ്രം വയ്ക്കും. നിന്നും. ഫ്രം വേർ. ഫ്രം വേർ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തും. ഫോർ എക്സാമ്പിൾ, ഫ്രം വേർ ഈസ് ദ സ്മെൽ കമ്മിങ്? എവിടെ നിന്നാണ് ആ മണം വരുന്നത്? ഫ്രം വേർ, എവിടെ നിന്നും. ഫ്രം വേർ ഈസ് ദ ബസ് സ്റ്റാർട്ടിങ്?
ഫ്രം വെയർ ഈസ് ദ ബസ് സ്റ്റാർട്ടിംഗ്? എവിടെ നിന്നുമാണ് ബസ് പുറപ്പെടുന്നത്? ഫ്രം വെയർ ആർ ദേ കളക്ടിങ് മണി? ഫ്രം വെയർ ആർ ദേ കളക്ടിങ് മണി? അവർ എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുന്നത്, കളക്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻ വേർഡാണ് പഠിച്ചത്. വേറും ഫ്രം വേറും. എവിടെ, എവിടെ നിന്നും. അതിൻ്റെ ചോദ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ച് തീർത്തത്. ഇതെല്ലാം നിങ്ങൾ കേട്ടാൽ മാത്രം മതിയാകും. നമ്മൾ ടെൻസുകൾ പഠിച്ചു കഴിയുമ്പോൾ സെൻറ്റൻസിൽ എവിടെയെല്ലാം ഉപയോഗിക്കണം വേർഡ്സ് എന്നുള്ളത് പഠിക്കും. അതിനുശേഷം മതി നിങ്ങളത് എഴുതി പഠിക്കാൻ. ഇപ്പോൾ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കുക, കേട്ട് കേട്ട് ഇംഗ്ലീഷുമായി പൊരുത്തപ്പെടുക. If you enjoy my English classes, don't forget to like the channel. Here I wind up today's class. See you in the next class. Till then, bye bye.